നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിഞ്ഞതോടെ വോട്ട് കണക്കിൽ പ്രതീക്ഷയർപ്പിച്ച മുന്നണികളും സ്ഥാനാർത്ഥികളും. കൂട്ടലും കിഴിക്കലുമായി ഇനി ഫലമറിയാൻ കാത്തിരിപ്പ്. വോട്ടിംഗ് കഴിഞ്ഞ EVMകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. മണ്ണാർക്കാട് മണ്ഡലത്തിൽ UDFന്റെ ലീഡ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുമെന്ന് നേതൃത്വം. കഴിഞ്ഞ തവണത്തെ ലീഡ് UDFന് കിട്ടില്ലെന്ന് LDF. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായി BJP. കനത്ത ചൂട് പാലക്കാട് ജില്ലയിൽ ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച ജില്ലയിൽ പകൽ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഭാരതപ്പുഴ ഉൾപ്പെടെ ജലസ്രോതസ്സുകളും വറ്റിവരണ്ടു. മുദ്രാ ലോൺ ശരിയാക്കാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്ത പണം തിരികെ ചോദിച്ചയാൾക്ക് മർദ്ദനം. വാഹനത്തിന്റെ താക്കോൽ കൊണ്ട് മുഖം കുത്തിക്കീറി. മണ്ണാർക്കാട് വട്ടമ്പലം സ്വദേശി മുഹമ്മദ് ബഷീറിനാണ് മർദ്ദനമേറ്റത്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ ബസ്സുകളുടെ വേഗത നിയന്ത്രിക്കാൻ നടപടിയുമായി നഗരസഭ. സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. അതിഥി തൊഴിലാളി സ്റ്റാൻഡിൽ ബസ് ഇടിച്ചു മരിച്ച സാഹചര്യത്തിലാണ് നടപടി. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പൂർത്തിയായതോടെ വോട്ട് കണക്കിൽ പ്രതീക്ഷയർപ്പിച്ചു മുന്നണികൾ. പോളിംഗ് കുറഞ്ഞത് ആരെ തുണയ്ക്കുമെന്നറിയാൻ എന്തായാലും ജൂൺ 4 വരെ കാക്കണം. അതുവരെ കൂട്ടലും കിഴിക്കലുമായി വിജയം അവകാശപ്പെടാം സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും. 1.5 മാസത്തിലധികം നീണ്ടുനിന്ന ഒരു തിരഞ്ഞെടുപ്പ് കാലത്തിനാണ് വോട്ടെടുപ്പോടെ സമാപനമായത്. സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കുമെല്ലാം ഇനി ഒന്ന് വിശ്രമിക്കാം. കടുത്ത ചൂട് വെല്ലുവിളി ഉയർത്തിയ നാളുകളായിരുന്നു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് ദിനങ്ങൾ. പോളിംഗ് ശതമാനം താഴേക്ക് പോകാനും ഇത് കാരണമായി. ഇനി 1 മാസക്കാലം കണക്കിൻ്റെ കളിയാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരെ തുണയ്ക്കുമെന്നറിയാൻ ജൂൺ 4 വോട്ടെണ്ണുന്നതുവരെ കാത്തിരിക്കണം. അതുവരെ കൂട്ടലും കിഴിക്കലും നടത്തി വിജയം അവകാശപ്പെടാം മുന്നണികൾക്ക്. നേതാക്കളാരും ആത്മവിശ്വാസം കൈവിടുന്നില്ല. മികച്ച വിജയം ഉറപ്പെന്ന് UDF അവകാശപ്പെടുമ്പോൾ ഇടത് തരംഗമുണ്ടാകുമെന്ന് LDF നേതാക്കൾ പറയുന്നു. NDA ആവട്ടെ അക്കൗണ്ട് തുറക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലും. പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ രാഷ്ട്രീയ പാർട്ടികൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്മേലുള്ള അവലോകനങ്ങൾ നടക്കും. പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയമുണ്ടാകുമെന്നായിരുന്നു UDF നേതാക്കളിൽ നിന്നും കിട്ടിയ പ്രാഥമിക പ്രതികരണം. നിഷ്പക്ഷരായ കൂടുതൽ വോട്ടർമാർ ഇത്തവണ വലത്തോട്ട് ചാഞ്ഞതായി അവർ പറയുന്നു. എന്നാൽ ഇടതു ക്യാമ്പുകൾ പറയുന്നു പാലക്കാട് തിരിച്ചു പിടിക്കുമെന്ന്. പ്രചാരണത്തിലെ മേൽക്കൈയും പാർട്ടി വോട്ടുകളും വിജയരാഘവന് വിജയം സമ്മാനിക്കുമെന്നവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. NDAയും വലിയ പ്രതീക്ഷയിലാണ്. ഇടത് വലതു മുന്നണികൾക്കെതിരായ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും ഇത് ഇത്തവണ കൃഷ്ണകുമാറിന് അനുകൂല സാഹചര്യമായി മാറുമെന്നുമാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ പോളിംഗിൽ വന്ന കുറവ് ആരെ ബാധിക്കുമെന്നത് വോട്ടിംഗ് കണക്ക് നോക്കി മാത്രം വിലയിരുത്താനാവില്ല. കന്നി വോട്ടർമാരുടെ മനസ്സും വിജയപരാജയങ്ങളിൽ ഇത്തവണ നിർണായകമാകും. കഴിഞ്ഞ തവണ 11,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു UDF സ്ഥാനാർത്ഥിയായ VK ശ്രീകണ്ഠൻ്റെ വിജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിഞ്ഞ വോട്ടിംഗ് മെഷീനുകൾ കഴിഞ്ഞ ദിവസം രാത്രിയോടെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. ജൂൺ 4 വോട്ടെണ്ണുന്നതുവരെ ഇതിവിടെ സൂക്ഷിക്കും. കനത്ത സുരക്ഷയിലാണ് ഇവ സൂക്ഷിച്ചിട്ടുള്ളത്. പോളിംഗ് സാമഗ്രികളുമായി കൗണ്ടറിലെത്തുന്ന ഉദ്യോഗസ്ഥർ വോട്ടിംഗ് കമ്പാർട്ട്മെന്റുകൾ കൗണ്ടറുകളിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. നിങ്ങളുടെ കൈവശമുള്ള വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് 1ാമത്തെ കൗണ്ടറിന്റെ മുൻഭാഗത്തുള്ള വലതുവശത്തുള്ള പ്രത്യേക സജ്ജീകരിച്ച മേശമേൽ നിവർത്തിയിടേണ്ടതാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം രാത്രിയാണ് വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റിയത്. പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ പട്ടാമ്പി ഗവൺമെൻറ് കോളേജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. താലൂക്കിലെ ബൂത്തുകളിലും രാത്രി വൈകിയാണ് പോളിംഗ് പൂർത്തിയായത്. തുടർന്ന് വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നതിനും സമയമെടുത്തു. മുഴുവൻ മെഷീനുകളും സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ചപ്പോഴേക്കും രാത്രി ഏറെ പിന്നിട്ടിരുന്നു. പോളിംഗ് പൂർത്തിയായെങ്കിലും ഫലപ്രഖ്യാപനത്തിന് ഇനിയും കാത്തിരിക്കണം. ജൂൺ 4 വോട്ടെണ്ണൽ. രാജ്യത്തെ 2ാം ഘട്ട പോളിംഗിലാണ് കേരളം ഉൾപ്പെട്ടിരുന്നത്. ഫലപ്രഖ്യാപനം വരെ പെരുമാറ്റച്ചട്ടവും നിലനിൽക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് ജില്ലയിൽ 2 മണ്ഡലങ്ങളിലുമായി 73.28% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പാലക്കാട് 3.7% പോളിംഗ്. ആലത്തൂരിൽ 73.20% അവസാന കണക്ക് പ്രകാരം പോളിംഗ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് സംസ്ഥാനത്തും പോളിംഗ് കുറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് രാത്രി വൈകിയും നീണ്ടെങ്കിലും പോളിംഗ് ശതമാനം മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞു. രാത്രി 10 മണിയായി പല ബൂത്തുകളിലും വോട്ടെടുപ്പ് തീർന്നപ്പോൾ കനത്ത ചൂട് കാരണം വൈകിട്ട് വോട്ടർമാർ കൂട്ടമായി പോളിംഗ് ബൂത്തിൽ എത്തുകയായിരുന്നു. അവസാന കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 71.16% പോളിംഗ്.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവാണ് ഇത്. പാലക്കാട് ജില്ലയിൽ 2 മണ്ഡലങ്ങളിലുമായി 73.28% പേർ വോട്ട് രേഖപ്പെടുത്തി. പാലക്കാട് മണ്ഡലത്തിൽ 73.37% പോളിംഗ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് 77.77% ആലത്തൂരിൽ 73.20% പോളിംഗ്. 2019 80.47% ഇത്. കടുത്ത ചൂട് ജില്ലയിലെ പോളിംഗിനെ ബാധിച്ചു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. 10,35,544 സ്ത്രീകളും 9,69,403 പുരുഷന്മാരും 13 ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടെ ആകെ 20,04,960 പേരാണ് ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തിയത്. പാലക്കാട് മണ്ഡലത്തിൽ 5,31,340 സ്ത്രീകളും 4,94,480 പുരുഷന്മാരും 8 ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടെ ആകെ 10,25,828 പേർ വോട്ട് രേഖപ്പെടുത്തി. ആലത്തൂർ മണ്ഡലത്തിൽ 5,04,204 സ്ത്രീകളും 4,74,923 പുരുഷന്മാരും 5 ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടെ ആകെ 9,79,732 പേർ വോട്ട് രേഖപ്പെടുത്തി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃത്താല നിയോജക മണ്ഡലത്തിൽ 75,139 സ്ത്രീകളും 63,861 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയും ഉൾപ്പെടെ ആകെ 1,39,001 പേർ വോട്ട് രേഖപ്പെടുത്തി. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം ഇപ്രകാരമാണ്. പട്ടാമ്പി 72.12%, ഷൊർണൂർ 75.27%, ഒറ്റപ്പാലം 74.12%, കോങ്ങാട് 73.99%, മണ്ണാർക്കാട് 74.51%, മലമ്പുഴ 73.43%, പാലക്കാട് 70%. പാർലമെന്റ് ഇലക്ഷന് തിരശ്ശീല വീണപ്പോൾ മണ്ണാർക്കാട് മണ്ഡലത്തിൽ 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ UDFന് ലഭിച്ച 29,000 വോട്ടിൻ്റെ ലീഡ് ഉയർത്താൻ കഴിയുമെന്ന് UDF ലീഡ് 10,000 കുറയ്ക്കാൻ കഴിയുമെന്ന് LDFും. മികച്ച മുന്നേറ്റം മണ്ഡലത്തിലുണ്ടാകുമെന്ന് BJPയും വിശ്വസിക്കുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ മുന്നണികൾ വിജയസാധ്യതകളുടെ കണക്കെടുപ്പിലാണ്. മണ്ണാർക്കാട് മണ്ഡലത്തിൽ 2019 UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന് 29,000 വോട്ടുകളാണ് ലീഡുണ്ടായിരുന്നത്. ഈ ലീഡ് 30 വർദ്ധിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് UDF ക്യാമ്പിനുള്ളത്. അതേസമയം ഈ ലീഡ് 10,000 കുറയ്ക്കാൻ കഴിയുമെന്നാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. അലനല്ലൂർ, കോട്ടോപ്പാടം, കുമരംപുത്തൂർ പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് നഗരസഭയിലും UDFന് കനത്ത ലീഡാണ് പ്രതീക്ഷിക്കുന്നത്. തെങ്കരയിൽ ഒപ്പത്തിനൊപ്പവും അട്ടപ്പാടിയിൽ നേരിയ ലീഡ് LDFനുമാണ് UDFിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അലനല്ലൂരിലും കോട്ടോപ്പാടത്തും UDFന് ലഭിച്ച മൃഗീയ ഭൂരിപക്ഷം ഇത്തവണ കിട്ടില്ലെന്നാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. കുമരംപുത്തൂർ, തെങ്കര, അട്ടപ്പാടിയിലെ 3 പഞ്ചായത്തുകളിൽ നിന്നും LDFന് വൻ ലീഡാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് BJPയുടെ വിലയിരുത്തൽ. 3 മുന്നണികളും ബൂത്ത് തല അവലോകനത്തിനുള്ള കണക്കുകൾ ശേഖരിച്ചു വരുന്നതേയുള്ളൂ. ഇതിനുശേഷമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവൂ. കണക്കുകൂട്ടലുകൾക്കപ്പുറം വിജയിയെ കണ്ടെത്തണമെങ്കിൽ ജൂൺ 4 വരെ കാത്തിരിക്കണം. മുദ്രാ ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് ഏജന്റ് ചമഞ്ഞ് തട്ടിയെടുത്ത 60,000 രൂപ തിരികെ ചോദിച്ചയാൾക്ക് മർദ്ദനം. വാഹനത്തിന്റെ താക്കോൽ കൊണ്ട് മുഖം കുത്തിക്കീറിയ നിലയിൽ യുവാവിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വട്ടമലം സ്വദേശി ഇരുമ്പൻ മുഹമ്മദ് ബഷീറിനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ മണ്ണാർക്കാട് ടൗണിലാണ് സംഭവം. ബഷീറിനും ഭാര്യയ്ക്കും ചേർന്ന് തുണിക്കട തുടങ്ങാൻ മുദ്ര വായ്പ ശരിയാക്കാം എന്ന് പറഞ്ഞ് പെരിന്തൽമണ്ണ സ്വദേശി മൻസൂർ മുഹമ്മദ് ബഷീറിൽ നിന്ന് 2 ഗഡുക്കളായി 60,000 രൂപ കൈപ്പറ്റി. ഇതിൽ നിന്ന് 5,000 രൂപ തിരിച്ചു നൽകി. പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വായ്പ ശരിയാകാത്തതിനെ തുടർന്ന് മൻസൂറുമായി ബന്ധപ്പെട്ടെങ്കിലും പണം തിരിച്ചു നൽകാനോ വായ്പ ശരിയാക്കാനോ തയ്യാറായില്ല. പലപ്പോഴും വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതായി. ശനിയാഴ്ച രാവിലെ മണ്ണാർക്കാട് ടൗണിൽ നിന്ന് മുഹമ്മദ് ബഷീർ മൻസൂറിനെ കാണുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ മൻസൂർ ഇരുചക്ര വാഹനത്തിന്റെ താക്കോൽ കൊണ്ട് ബഷീറിന്റെ മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി. അയാൾ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. അയാളും എൻ്റെ മകളും പാടെ കൂടി ചേർന്നിട്ട് ഒരു തുണി കച്ചവടം നടത്തേണ്ട ആവശ്യത്തിന് പിന്നെ ഒരു മുദ്രാ ലോൺ ആവശ്യപ്പെട്ടിട്ട് ബാങ്കുമായി സമീപിച്ചപ്പോൾ ഒരു ഇടനിലക്കാരൻ ഇതിലുണ്ട്. ആ ഇടനിലക്കാരൻ ലോൺ ശരിയാക്കി തരാ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ മരുമകൻ മുഹമ്മദ് ബഷീറിൽ നിന്ന് 60,000 രൂപ കൈപ്പറ്റി. അയാൾ അന്വേഷിച്ചപ്പോൾ ഒരു പെരിന്തൽമണ്ണക്കാരനാണ്. അയാൾക്ക് ബാങ്കുകളിൽ നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ലോൺ ശരിയാക്കി തരാം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 60,000 രൂപ കൈപ്പറ്റിയത്.
ഇപ്പോൾ 4 മാസമായി ഇതുവരെ ലോണും ശരിയാക്കി കൊടുത്തിട്ടില്ല. 60,000 റുപ്യ ഇതുവരെ തിരിച്ചു കൊടുക്കുകയും ചെയ്തില്ല. അപ്പോൾ യാദൃശ്യമായിട്ട് ഇന്ന് മണ്ണാർക്കാട് പിന്നീട് പല തവണ കോൺടാക്ട് ചെയ്തു, കണ്ടില്ല, കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഇന്ന് യാദൃശ്യമായി ഒരു തമ്മിൽ മണ്ണാർക്കാട് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ, KTM അവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ മരുമകൻ മുഹമ്മദ് ബഷീർ എനിക്ക് തന്ന പൈസ എനിക്ക് തിരിച്ചു തരണം, ലോണോ നീയോ ശരിയാക്കി തന്നില്ല, ആ പൈസ എനിക്ക് കൂടെ തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ പൈസ തരില്ല, നീ കണ്ടത് കൂട്ടിക്കോ എന്ന് പറയുകയും തല്ലുകയും ചെയ്തു. അങ്ങനെ അയാളുടെ മോട്ടോർ ബൈക്കിൻ്റെ സ്കൂട്ടിയുടെ ചാവി കൊണ്ട് മുഖത്ത് കുത്തി നല്ലപോലെ മർദ്ദനമേറ്റു. രക്തം വാർന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ശുദ്ധമായ ഒരു തട്ടിപ്പാണ്. ബാങ്കുകളിൽ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞ് ഇടനിലക്കാരെ പാവപ്പെട്ട ജനങ്ങളുടെ തട്ടിപ്പിന് ഇരയാക്കുന്ന ഒരു സംവിധാനമാണിത്. മുദ്രാ ലോണായാലും ഏത് ലോണായാലും ഇടനിലക്കാരായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ബാങ്കിനെ സമീപിക്കുകയും അതുവരെ കബളിപ്പിക്കുകയും ചെയ്യുകയും വ്യാജമായ പേരിൽ ബാങ്കിനെ സ്വാധീനിച്ചുകൊണ്ട് പണം തട്ടുന്ന പാവപ്പെട്ട ആൾക്കാരിൽ നിന്ന് കമ്മീഷൻ വ്യവസ്ഥയിൽ തട്ടുന്ന ഒരു സംവിധാനമാണിത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം. ഇടവേള. വാർത്തകൾ തുടരുന്നു. കനത്ത ചൂട്. പാലക്കാട് ജില്ലയിൽ ജനജീവിതം ദുസ്സഹമാകുന്നു. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച ജില്ലയിൽ പകൽ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. കുടിവെള്ള സ്രോതസ്സുകളും വെള്ളമില്ലാതെ വറ്റി വരളുകയാണ്. ദിവസങ്ങളായി ചുട്ടുപൊള്ളുകയാണ് പാലക്കാട് ജില്ല. കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ജില്ലയിലെ ചൂട്. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ജില്ലയിൽ പകൽ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. രാത്രിയിൽ വെയിൽ ഇല്ലെന്ന് മാറ്റി നിർത്തിയാൽ ചൂടിന് കുറവൊന്നുമില്ല. അടുത്ത കാലത്തൊന്നും ജില്ല ഇങ്ങനെയൊരവസ്ഥ നേരിട്ടിട്ടില്ല. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ചൂട് ഉണ്ടാകാറുണ്ടെങ്കിലും ഇടയ്ക്ക് കിട്ടുന്ന വേനൽമഴ ആശ്വാസമാകാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വേനൽമഴ കിട്ടിയത് പേരിന് മാത്രം, അതും 1-2 ഇടങ്ങളിൽ. കടുത്ത ചൂട് തുടരുന്നതിനാൽ ദിവസങ്ങളായി ജില്ല യെല്ലോ അലർട്ടിലാണ്. ഇതിനു പുറമെ ഉഷ്ണതരംഗ മുന്നറിയിപ്പും. എന്നാൽ കാര്യമായ മഴ മുന്നറിയിപ്പൊന്നും അടുത്ത ദിവസങ്ങളിലും ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം നൽകിയിട്ടില്ല. ദിവസങ്ങളായി ഒരു മഴയ്ക്കായി കാത്തിരിക്കുകയാണ് പാലക്കാട്ടുകാർ. ഫാനും AC-യും ഒന്നുമില്ലാതെ വീട്ടിലും ഓഫീസിലുമൊന്നും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ. ചൂടിൻ്റെ കാഠിന്യത്തിനൊപ്പം ജില്ലയിൽ വരൾച്ചയും പിടിമുറുക്കുകയാണ്. പ്രധാന ജലസ്രോതസ്സുകളായ ഭാരതപ്പുഴയും തൂതപ്പുഴയും വരൾച്ചയുടെ പിടിയിലാണ്. തടയണകളിൽ പോലും വെള്ളമില്ലാത്ത സ്ഥിതി കുടിവെള്ള പദ്ധതികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. വേനൽമഴ തീരെ കുറഞ്ഞതാണ് ജലസ്രോതസ്സുകളെ ബാധിച്ചിരിക്കുന്നത്. ഏപ്രിൽ അവസാനിക്കാറായിട്ടും ജില്ലയിൽ മഴയുടെ ലക്ഷണങ്ങളൊന്നുമില്ലാത്തത് സ്ഥിതി ഗുരുതരമാക്കുന്നുണ്ട്. ഇനിയും മഴ കിട്ടാൻ വൈകിയാൽ കണ്ടറിയേണ്ടി വരും പാലക്കാട്ടുകാരുടെ അവസ്ഥ. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. തൊഴിലാളികളുടെ പ്രതിഷേധം, ഇൻക്ലാബ് സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനെ രോഗിയുടെ ബന്ധു മർദ്ദിച്ചത്. വാർഡിലേക്ക് പ്രവേശിക്കാൻ അനുമതിയില്ലാത്ത സമയത്ത് വാർഡിലേക്ക് കടത്തിവിട്ടില്ലെന്നാരോപിച്ച് സുരക്ഷാ ജീവനക്കാരനെ മർദ്ദിച്ചുവെന്നാണ് പരാതി. ആശുപത്രിയിലെ ജീവനക്കാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ അവസരമൊരുക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സ്റ്റാഫ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ C. മാമു ഉദ്ഘാടനം ചെയ്തു. ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്റ്റാഫ് കൗൺസിലിൻ്റെ പേരിലും ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ട് എന്ന നിലയിലും ഞാൻ അഭ്യർത്ഥിക്കുന്നു. രോഗി സന്ദർശനത്തിൽ നഗരസഭാ ചെയർമാനായിട്ടുള്ള HMC തീരുമാനിച്ച നിയമം നടപ്പാക്കുകയാണ് സുരക്ഷാ ജീവനക്കാരൻ ചെയ്യുന്നതെന്ന് ജീവനക്കാരൻ അനീഷ് പറഞ്ഞു. ഈ ആശുപത്രിയിലെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഇതേ ചെയർമാനും MLAയും ഒക്കെ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ പ്രതിനിധികൾ അടക്കമുള്ള ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടാണ് ഇത്തരം നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അത് പാലിക്കാൻ ഞങ്ങളെപ്പോലെ തന്നെ ഇവിടെ വരുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും എല്ലാവരും അത് പാലിക്കാൻ തയ്യാറാവണം. അല്ലാത്ത പക്ഷം ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഞങ്ങൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്ന പോലെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന പോലെ അക്രമ രീതിയിലോ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഈ സംഭവത്തെ ഞങ്ങളുടെ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച കേസിലെ പ്രതികളെ, അക്രമികളെ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ
സ്റ്റാഫ് സെക്രട്ടറി കെ രാമദാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബിജി കുര്യൻ, CC സതീശൻ, വിഘ്നേഷ്, ഗംഗാധരൻ, ദീപ്തി എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി ബസ്സുകളുടെ വേഗത നിയന്ത്രിക്കാൻ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. സ്റ്റാൻഡിനുള്ളിൽ സ്വകാര്യ ബസ്സിടിച്ച് അതിഥി തൊഴിലാളി മരിച്ചതിന് പിന്നാലെ നഗരസഭ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറിയിറങ്ങുമ്പോൾ അമിത വേഗത നിയന്ത്രിക്കുന്ന രീതിയിലാണ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചിരിക്കുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടത്തിയത്. മാർച്ച് 30-ന് സ്റ്റാൻഡിനുള്ളിൽ തെറ്റായ ദിശയിൽ മത്സരിച്ചോടിയ സ്വകാര്യ ബസ്സിടിച്ച് അതിഥി തൊഴിലാളി മരിച്ചിരുന്നു. ഇതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നഗരസഭാ എഞ്ചിനീയറും ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് സ്റ്റാൻഡിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഭൂരിഭാഗം ബസ്സുകളും അമിത വേഗത്തിലാണെന്ന് കണ്ടെത്തിയിരുന്നു. അമിത വേഗത നിയന്ത്രിക്കുന്നതിനായി നഗരസഭ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. എന്നാൽ ഹമ്പുകൾ സ്ഥാപിക്കാൻ വൈകുന്ന സ്ഥിതി ഉണ്ടായി. ഇക്കാര്യം മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2019-ൽ നഗരസഭയ്ക്ക് സമർപ്പിച്ച പഠന റിപ്പോർട്ടിലും ബസ്സുകളുടെ വേഗത നിയന്ത്രിക്കുന്നതിനായി ഹമ്പുകൾ സ്ഥാപിക്കുന്നതിന് നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചതോടെ ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിറങ്ങി പോകുന്ന ബസ്സുകളുടെ അമിത വേഗത കുറയുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം കൂട്ടിയിടുന്നത് പൊതുയിടങ്ങളിൽ. ബസ് സ്റ്റാൻഡിലും പാതയോരങ്ങളിലും തള്ളിയ മാലിന്യം ആളുകൾക്ക് പൊതുശല്യമാവുകയാണ്. മേലാറ്റൂർ റോഡ്, അലനല്ലൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. സംസ്ഥാന പാതയോരത്ത് ഇത്രയധികം മാലിന്യം കണ്ട് യാത്രക്കാരും ഭക്ഷണാവശിഷ്ടങ്ങൾ ഇവിടെ തള്ളാറുണ്ട്. ഭക്ഷണ മാലിന്യം ലക്ഷ്യമാക്കിയെത്തുന്ന തെരുവ് നായ്ക്കളെയും മാലിന്യത്തിന് ചുറ്റും എപ്പോഴും കാണാം. മാലിന്യം കൂടാതെ ഒരു മിനി MCFും ഇവിടെ ഉണ്ട്. പാതയോരത്ത് പ്ലാസ്റ്റിക് മാലിന്യം ഈ രീതിയിൽ കൂട്ടിയിട്ടിരിക്കുന്നത് നിലവിലെ കാലാവസ്ഥ അനുസരിച്ച് തീ കത്താനുള്ള സാധ്യത ഏറെയാണ്. സമാനമായ രീതിയിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലും മാലിന്യം ഉണ്ട്. കാര സ്വദേശിയുടെ സ്ഥലത്തായിരുന്നു കുറച്ചുകാലമായി മാലിന്യങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നിലവിൽ അവിടെ പ്രവർത്തനം നടക്കുന്നില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കളിക്കുന്നതിനിടെ കഴുത്തിൽ തോർത്ത് കുരുങ്ങി 12 വയസ്സുകാരൻ മരിച്ചു. പട്ടാമ്പി തൃത്താലയിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. തൃത്താല വേട്ടുപറമ്പിൽ വീട്ടിൽ ഫൈസലിൻ്റെ മകൻ മുഹമ്മദ് ഫാമിസാണ് മരിച്ചത്. വീട്ടിലെ മുറിക്കകത്ത് ജനലിൽ കെട്ടിയിട്ട തോർത്തിൽ കഴുത്ത് കുരുങ്ങിയ നിലയിലാണ് കാണപ്പെട്ടത്. ഉടൻ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. തൃത്താല MCM UP സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഒറ്റപ്പാലം പാലപ്പുറം SRK നഗർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശക്കളം പാട്ടിന് ഏപ്രിൽ 30-ന് തുടക്കമാകും. 12 വർഷത്തിലൊരിക്കലാണ് ദേശക്കളം ക്ഷേത്രത്തിൽ നടത്തുന്നതെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിനക്കത്തൂർ തട്ടകത്തിലെ പാലപ്പുറം, പല്ലാർമംഗലം, മീറ്റിന, എറക്കോട്രി എന്നീ 4 ദേശങ്ങൾ ചേർന്നാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശക്കളമ്പാട്ട് നടത്തുന്നത്. 12 വർഷത്തിലൊരിക്കലാണ് ദേശക്കളമ്പാട്ട് നടത്തുന്നതെന്ന് കളമ്പാട്ട് കമ്മിറ്റി പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ചിനക്കത്തൂർ തട്ടകത്തിൽ പാലപ്പുറം, പല്ലാർമംഗലം, മീറ്റിന, എറക്കോട്രി എന്നീ ദേശങ്ങൾ കൂടി 12 വർഷം കൂടുമ്പോൾ നടത്തുന്ന ശ്രീകുറുമ്പ ദേശക്കളമ്പാട്ട് മാസം 30, അടുത്ത മാസം 1, 2, 3 തീയതികളിൽ നടത്താം. അത് ആചാരപരമായ ചില ചടങ്ങുകളാണ്. ഏപ്രിൽ 30-ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് 4 ദേശങ്ങളും ചേർന്ന് ദേശക്കളമ്പാട്ടിന് നേതൃത്വം നൽകുന്ന മീറ്റിന ദേശത്തെ മുല്ലക്കൽ ചോപ്പന്മാരെ ദേശക്കളമ്പാട്ട് പന്തലിലേക്ക് ആനയിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. വാദ്യാഘോഷങ്ങളോടെ ചിനക്കത്തൂർക്കാവ്, നീലിക്കാവ്, ശ്രീകുറുമ്പക്കാവ് കോമരങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് സ്വീകരണം നൽകുന്നത്. മീറ്റിന മുല്ലക്കൽ രാഘവൻ ചോപ്പനാണ് ദേശക്കളമ്പാട്ടിന് നേതൃത്വം നൽകുന്നത്. കൂടാതെ 15 പേർ അദ്ദേഹത്തിന് സഹായികളായി ഉണ്ടാകും. മെയ് 1-ന് രാവിലെ കളം പൂജയോടുകൂടി പാട്ടുചടങ്ങുകൾ ആരംഭിക്കും. 2-ന് മധുകുംഭം ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്ന ചടങ്ങ് നടക്കും. മെയ് 3-ന് രാവിലെ ദേശക്കളമ്പാട്ടിൻ്റെ പ്രധാന ചടങ്ങായ തെണ്ട് നീക്കൽ നടക്കുമെന്ന് കളമ്പാട്ട് കമ്മിറ്റി സെക്രട്ടറി പുത്തൻ വീട്ടിൽ ശശിധരൻ പറഞ്ഞു. വാദ്യാഘോഷങ്ങളോടെയും ചിനക്കത്തൂർ കാവ്, നീലികാവ്, ശ്രീകുറുമ്പക്കാവ്
കോമരങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് സ്വീകരണം നൽകുന്നത്. മീറ്റിന് മുല്ലയ്ക്ക് തറവാട്ടിലെ രാഘവൻ ചോപ്പനാണ് ദേശക്കളമ്പാട്ടിന് നേതൃത്വം നൽകുന്നത്. കൂടാതെ 15 പേർ അദ്ദേഹത്തിന് സഹായത്തിനുണ്ടാവും. തുടർന്ന് കളം പൂജയോടുകൂടി പാട്ടുചടങ്ങുകൾ ആരംഭിക്കുന്നു. മെയ് 1-ാം തീയതി ബുധനാഴ്ച രാവിലെ കളം പൂജയോടുകൂടി പാട്ടുചടങ്ങുകൾ ആരംഭിക്കുന്നു. മെയ് 2-ന് വ്യാഴാഴ്ച രാവിലെ ഉദയാസ്തമനപ്പാട്ട്. രാത്രി 9 മണിക്ക് മധുകുംഭം ആനയിക്കുന്നതിന് വേണ്ടി ദേശക്കാരും ചോപ്പന്മാരും കൂടി പല്ലാറമംഗലം കൊടുങ്ങയിൽ തറവാട്ടിലേക്ക് പുറപ്പെടുവിക്കും. രാത്രി 11 മണിക്ക് മധുകുംഭം വാദ്യാഘോഷങ്ങളുടെ അകമ്പടികളോടി നൃത്തച്ചുവടുമായി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നു. തുടർന്ന് പൂജാതി കർമ്മങ്ങളും പാട്ടും ആരംഭിക്കുന്നു. ദേശകളം പാട്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചടങ്ങായ തെണ്ട് നീക്കൽ മെയ് 3-ന് രാവിലെ ഗുരുതി കർമ്മങ്ങൾക്ക് ശേഷം ദേശകളം പാട്ടിൻ്റെ പ്രധാന ചടങ്ങായ തെണ്ട് നീക്കൽ ചടങ്ങ് നടക്കുന്നത് കാതൻ ചെമ്പിൽ ഗുരുതി കലക്കി സ്തോത്രം ചൊല്ലി ഗുരുതി നുകരാൻ ഭൂതപ്രേത പിശാചുകളെ ക്ഷണിക്കുന്നു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കളമ്പാട്ട് കമ്മിറ്റി ഖജാൻജി കെ ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറി പ്രഹ്ലാദൻ എന്നിവർ പങ്കെടുത്തു. കോതകുരിശി പാലക്കോട് മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റം നടന്നു. ഞായറാഴ്ച ആഘോഷ പരിപാടികൾ സമാപിക്കും. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് മഹാകുംഭാഭിഷേകവും ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. വൈകിട്ട് പറളി മാണിക്കന്നാൻ പാർട്ടി അവതരിപ്പിച്ച നാദസ്വരം നടന്നു. 6:30 കൊടിയേറ്റ്. രാത്രി 7:30 മേളവുമുണ്ടായി. 8 മണിക്ക് കടുക്കാവ് ശിവക്ഷേത്രത്തിൽ നിന്നും സത്യകുംഭം, അഗ്നിച്ചട്ടി, ഉടുക്കടിപ്പാട്ട്, ചെണ്ടമേളം, നാദസ്വരം, താലം എന്നിവയുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രസന്നിധിയിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിഞ്ഞതോടെ വോട്ട് കണക്കിൽ പ്രതീക്ഷയർപ്പിച്ച മുന്നണികളും സ്ഥാനാർത്ഥികളും. കൂട്ടലും കിഴിക്കലുമായി ഇനി ഫലമറിയാൻ കാത്തിരിപ്പ്. വോട്ടിംഗ് കഴിഞ്ഞ EVM-കൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. മണ്ണാർക്കാട് മണ്ഡലത്തിൽ UDF-ന്റെ ലീഡ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുമെന്ന് നേതൃത്വം. കഴിഞ്ഞ തവണത്തെ ലീഡ് UDF-ന് കിട്ടില്ലെന്ന് LDF. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായി BJP. കനത്ത ചൂട് പാലക്കാട് ജില്ലയിൽ ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച ജില്ലയിൽ പകൽ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഭാരതപ്പുഴ ഉൾപ്പെടെ ജലസ്രോതസ്സുകളും വറ്റിവരണ്ടു. മുദ്രാ ലോൺ ശരിയാക്കാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്ത പണം തിരികെ ചോദിച്ചയാൾക്ക് മർദ്ദനം. വാഹനത്തിന്റെ താക്കോൽ കൊണ്ട് മുഖം കുത്തിക്കീറി. മണ്ണാർക്കാട് വട്ടമ്പലം സ്വദേശി മുഹമ്മദ് ബഷീറിനാണ് മർദ്ദനമേറ്റത്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ ബസ്സുകളുടെ വേഗത നിയന്ത്രിക്കാൻ നടപടിയുമായി നഗരസഭ. സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. അതിഥി തൊഴിലാളി സ്റ്റാൻഡിൽ ബസ് ഇടിച്ചു മരിച്ച സാഹചര്യത്തിലാണ് നടപടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.